ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, ഇപ്പൊ നിങ്ങൾ തമ്പനയിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്യാണ്ട് സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ജിമെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നല്ലൊരു എമൗണ്ട്, ഏകദേശം ഒരു 40-50 രൂപ ഒറ്റൊരു ജിമെയിൽ വെച്ച് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കി ഡയറക്റ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഏണിംഗ് ആപ്ലിക്കേഷൻ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ലൈവായിട്ട് ഏൺ ചെയ്ത് വിഡ്രോ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ റെഡിങ് കോഡായിട്ടാണ് കൺവേർട്ട് ചെയ്തത്. സോ ഞാൻ 2 തവണ വിഡ്രോ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു 2 തവണ ഇൻസ്റ്റന്റ് ആയിട്ട് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചാനലും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് യാതൊരു മുടക്കവും ഉണ്ടാവുന്നില്ല. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താലും മതി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തില്ലേലും ലൈക്ക് അടിക്കാൻ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പൊ പറഞ്ഞു ഒട്ടും തന്നെ ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇപ്പൊ ആപ്ലിക്കേഷന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ പതിവ് പോലെ തന്നെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് നമ്മളൊരു APK ഫോർമാറ്റ് ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ APK ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ ഒന്നും അല്ല. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ക്രോമിലേക്കോ ഗൂഗിളിലേക്കോ പോകുന്നതായിരിക്കും. അവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടുന്ന് ഏകദേശം നിസാര MB വരുന്നുള്ളൂ, 4-5 MB ഇങ്ങാണ്ട് വരുന്നുള്ളൂ. അവിടുന്ന് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാളും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാളും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈനപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ സൈനപ്പ് ചെയ്യുന്ന അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്കവിടെ സൈനപ്പ് ബോണസ് ആയിട്ട് കാര്യങ്ങളായിട്ട് ഒന്നും കിട്ടുന്നില്ല, 0 പോയിന്റ്സ് തന്നെയാണ്. പിന്നെ അവിടെ നോക്കുവാണെങ്കിൽ നമുക്കവിടെ ഒരു കുറെ ഓഫർ വാളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈനപ്പ് ബോണസ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. വാലറ്റ് എടുത്ത് കാണിച്ചു തരാം, 0 ബാലൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ടാസ്കിലേക്ക് വരിക, അതായത് ഓഫർ വാളിലേക്ക് വരിക. അവിടെ നോക്കുവാണെങ്കിൽ നമുക്കവിടെ കാണാൻ സാധിക്കും ഒട്ടനവധി ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ പോയിന്റ്സും അവർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഏതായാലും രണ്ടാമത് കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമുക്കൊരു 4 ടാസ്ക് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതായത് ഇൻസ്റ്റാൾ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴാണ് അടുത്ത ടാസ്ക് ഓപ്പൺ ആവുന്നത്. അപ്പൊ ഏറ്റവും ടോപ്പിലായിട്ട് ഓപ്പൺ ഇൻ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, അവിടുന്ന് അവർ പറയുന്ന ആപ്ലിക്കേഷൻ പോയി ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഇതിനു മുമ്പ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താലും ഇല്ലേലും ഒരു കുഴപ്പവും ഇല്ല, അതൊന്നും അവർ നോക്കത്തില്ല. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യാൻ നിൽക്കണ്ട, ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കാൻ നോക്കാൻ കാണാൻ സാധിക്കും ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു 0 അവേഴ്സും കംപ്ലീറ്റ് ആയി. മൂന്നാമത്തെ ഓപ്ഷൻ ടാസ്ക് അവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും. അവർ പറയുന്ന 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാനാണ്. സോ നമ്മൾ ഏറ്റവും ടോപ്പിൽ ലോഞ്ച് ആപ്പിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുന്നു, ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു. അതൊരു 20 സെക്കൻഡ് ആവുമ്പോൾ തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഒരു 20-25 സെക്കൻഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കവിടെ സ്വിംഗ് ചെയ്യുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നൈസായിട്ട് ബാക്ക് അടിക്കുകയാണ്. ബാക്ക് അടിച്ച് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാനാണ്. അടിയിൽ കണ്ടിന്യൂ ടു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഏറ്റവും ടോപ്പിൽ 5 സ്റ്റാർ കൊടുക്കുക, ആപ്പ് ലോഗോ ഡൺ കൊടുക്കുക, ആപ്പ് നെയിമും ഡൺ കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ആൻഡ് വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അവിടെ നമുക്ക് റിവ്യൂ ഒന്നും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഓപ്ഷൻ നിങ്ങൾ കിട്ടാനായിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് അക്കൗണ്ട് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ സൈനപ്പ് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മളോട് ഫോണും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ജസ്റ്റ് ഒന്ന്, അതായത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിന് ശേഷം താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റാറും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പൊ 5 സ്റ്റാർ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ജസ്റ്റ് അതിനായിട്ട് ബാക്ക് അടിക്കുമ്പോഴത്തേനും നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഫീഡ്ബാക്കും ഡൺ ആയിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് അടിച്ച് നമ്മുടെ ജസ്റ്റ് ഒന്ന് വാലറ്റിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും നമുക്ക് അവിടെ ആ ഒരു പോയിന്റ്സ് അവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതായത് 250 പോയിന്റ്സ് അവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെ എല്ലാ ആപ്ലിക്കേഷനും സെയിം പ്രോസസ് ആണ്. എല്ലാ ആപ്ലിക്കേഷനും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോ അടുത്തും കൂടെ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അടുത്തതിലേക്ക് നമുക്ക് പോവാം. അടുത്ത് ഏത് വേണേലും ഇവിടെ കൊടുത്തിരിക്കുന്ന ഏതൊരു ആപ്ലിക്കേഷനും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പവുമില്ല. അല്ലാണ്ട് ഇന്ന ആപ്ലിക്കേഷൻ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് ഓപ്പൺ ഇൻ പ്ലേ സ്റ്റോറിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുമ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും ഓട്ടോമാറ്റിക്കലി ഡൺ ആയിക്കോളും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഓട്ടോമാറ്റിക്കലി ഡൺ ആയിക്കോളും. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ ലോഞ്ച് ആപ്പിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതായിരിക്കും. 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, ബാക്ക് അടിക്കുക, ഡൺ ആവുന്നതായിരിക്കും. അതിനുശേഷം 5 സ്റ്റാർ കൊടുക്കുക, ആപ്പ് ലോഗോയും നെയിമും ഡൺ കൊടുക്കുക. അതിനുശേഷം അവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇൻസ്റ്റാളിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. ജിമെയിലിന്റെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒരു 5 സ്റ്റാർ കൊടുത്ത് ഫീഡ്ബാക്ക് കൊടുക്കുക. അതിനുശേഷം ബാക്ക് അടിക്കുമ്പോഴത്തേനും അവർ പറയുന്ന കോയിൻസ് അവിടെ നമുക്കവിടെ കിട്ടുന്നതായിരിക്കും. സംഭവം ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇവിടെ ഒട്ടനവധി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഏകദേശം
ഏകദേശം 50 രൂപ അടുത്ത് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഏകദേശം 50 രൂപ അല്ലെങ്കിൽ 60 രൂപ അടുത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാം തന്നെ ഞാനൊന്ന് പോസ്റ്റ് ഒക്കെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എനിക്ക് 800 പോയിന്റ്സ് ആയി. അടുത്തൊരു ആപ്ലിക്കേഷനോടെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ അടുത്തതും കൂടെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി. അപ്പൊ നമുക്ക് അവിടെ കോയിൻസും കാര്യങ്ങളൊക്കെ ഏകദേശം 1100 പോയിന്റ്സ് ആയിട്ടുണ്ട്. വിഡ്രോ ചെയ്യാനായിട്ട് വാലറ്റിന്റെ ഓപ്ഷനിലേക്ക് വരിക. വാലറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് ലോഡിങ് കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്കവിടെ 11 റുപ്പീസ് ഉണ്ട്. അതിനുശേഷം ഗെറ്റ് ഇൻടു റെഡീം സൈറ്റിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. വേറൊരു സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നമുക്ക് ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാൻ ചോദിക്കുന്നതായിരിക്കും. OTP അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ, അതായത് വേറൊന്നും ചെയ്യേണ്ട, അടിയിൽ ഏറ്റവും ഒരു കോഡ് കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ റെഡീം കോഡ്. അപ്പൊ ഇനി ട്രിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളിപ്പോ ഓഫർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ കുറെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തല്ലോ, അതൊക്കെ അങ്ങ് നിരത്തി പിടിച്ച് അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഏണിംഗ് ആപ്ലിക്കേഷനെ ക്ലിയർ ഡേറ്റ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലിയർ ഡേറ്റ ചെയ്യുക. ക്ലിയർ ഡേറ്റയും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷൻ നമുക്ക് ഒന്നും കൂടെ ഓപ്പൺ ആക്കാം. നിങ്ങൾ മുമ്പ് കൊടുത്ത ജിമെയിൽ വെച്ച് സൈനപ്പ് ചെയ്യരുത്. പുതിയൊരു ജിമെയിൽ വെച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത വേറൊരു ജിമെയിൽ വെച്ച് നിങ്ങൾ സൈനപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ സൈനപ്പും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നമുക്കിതാ ആദ്യം കയറിയതുപോലെ തന്നെ കുറെ ആപ്ലിക്കേഷൻ അവിടെ കാണാൻ സാധിക്കും. ഏകദേശം 50 രൂപയോളം അടുത്ത് നമുക്കവിടെ ഓഫറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. വാലറ്റും കാര്യങ്ങളൊക്കെ 0 ആയിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു വിഡ്രോ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വിഡ്രോ നമുക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം 8 മണിക്കൂർ കഴിയും കേട്ടോ. 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ മിനിമം റിഡീമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പൊ ഞാനിപ്പോ ഏതായാലും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ ഓടിച്ചു വിട്ട് ഇതിൽ ഒരു 1100 പോയിന്റ്സ് ആക്കി ഞാൻ കാണിച്ചു തരാം. 5 മിനിറ്റ് പോലും എടുക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. നിങ്ങൾക്ക് നല്ലൊരു പോക്കറ്റ് മണി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. വലിയ എമൗണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല. ദിവസം ഒരു 100 രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ജിമെയിൽ ഉണ്ടോ അത്ര ഏൺ ചെയ്യാം. ഒരു ജിമെയിലിന് ഒരു 50 രൂപ വെച്ച് കൂട്ടിക്കോ. അപ്പോൾ ഞാനത് പറയേണ്ട ആവശ്യമില്ലോ. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഏതായാലും ഇവിടെ ഞാൻ കറക്റ്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഞാനിപ്പോ ഒരെണ്ണം കംപ്ലീറ്റ് ആക്കി 350 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ഓഫർ കംപ്ലീറ്റ് ആക്കുവാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണോ അല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഞാനിവിടെ 1200 പോയിന്റ്സ് ആക്കിയിട്ടുണ്ട്. വാലറ്റിലേക്ക് വരിക. വാലറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെറ്റ് ഇൻടു റെഡീം സൈറ്റ് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് അവിടെ ലോഗൌട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലോഗൌട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഫോൺ നമ്പറാണ്. മുമ്പേ കൊടുക്കാത്ത ഒരു നമ്പർ വെച്ച് ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. അതിനുശേഷം OTP കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് ആമസോൺ പ്ലേ ഗിഫ്റ്റ് കാർഡ് കൊടുക്കുക. ആമസോൺ പ്ലേ ഗിഫ്റ്റ് കാർഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നമുക്ക് അവിടെ ഗിഫ്റ്റ് കോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, റെഡീം കോഡ് അല്ല, ആമസോൺ ഗിഫ്റ്റ് കാർഡ് ആയിരിക്കും കിട്ടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ജസ്റ്റ് മാറിപ്പോയി. ഐ എം വെരി സോറി. ഞാനത് ഗിഫ്റ്റ് കാർഡ് ആണെന്നാണ് ഓർത്തത്. പക്ഷെ അത് ആമസോണിന്റെ ഗിഫ്റ്റ് കാർഡാണ്. നിങ്ങൾക്ക് ആമസോണിലെ ഗിഫ്റ്റ് കാർഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വേണേൽ ഗൂഗിൾ പേ റെഡീം കോഡായിട്ടോ അല്ലെങ്കിൽ പേടിഎമ്മിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാവുന്നതാണ്. എന്താണേലും സെയിം ആണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞത് റെഡീം കോഡ് എന്നാണ്. പക്ഷെ ഗൂഗിൾ പ്ലേ കൊണ്ട് റെഡീം ചെയ്താൽ കിട്ടൂല. ആമസോൺ റെഡീം കോഡാണ്. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാതെ. ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അപ്പൊ ഇനി അടുത്ത പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ റീസെന്റ് ആപ്പും കാര്യങ്ങൾ ക്ലോസ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്വിംഗ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷന് ക്ലിയർ ഡേറ്റ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്ത് വേറൊരു ജിമെയിൽ വെച്ച് രജിസ്റ്റർ ചെയ്യുക. സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. പുതിയൊരു നമ്പറും OTP ഒപ്പിക്കുക. വിഡ്രോ ചെയ്യുക. സംഭവം ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയുള്ള ആപ്ലിക്കേഷൻ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. മാക്സിമം എല്ലാവരും തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിലും വെച്ചൊരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ പ്രവീൺ സൈനിങ് ഔട്ട്. ബൈ.